അഷ്ടപതിയില്ലേ, അഷ്ടപതി നല്ല അടിപൊളിയാണ് കേൾക്കാൻ. നല്ല എന്താ പറയുക, ഒരു മെലഡി സോങ് കേൾക്കുന്ന പോലെ രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അഷ്ടപതി കലോത്സവ വേദികളിലെ ഒരു മത്സരകനാണ്, പ്രധാന മത്സരകനാണ്. അപ്പോൾ അഷ്ടപതിയിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയ ഒരു മിടുക്കനാണ് എൻ്റെ കൂടെയുള്ളത്. പേര് പറഞ്ഞോളൂ. ഋഗ്വേദ്. ഋഗ്വേദ്, പേരും നല്ല പേരാണ് അല്ലേ. ഏതാ സ്കൂൾ, ഏതാ? അസംഷൻ ബത്തേരി. ബത്തേരി അസംഷൻ സ്കൂളിലെ മിടുക്കനാണ് അല്ലേ. അപ്പം ഈ അഷ്ടപതി പാടാൻ എങ്ങനെയുണ്ട്, മത്സരം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ആർക്ക് കുഴപ്പമില്ലായിരുന്നു? ആർക്കും കുഴപ്പമില്ലായിരുന്നു. പാടിയ എനിക്കും കുഴപ്പമില്ല, കണ്ടവർക്കും കുഴപ്പമില്ല അല്ലേ. അപ്പം അഷ്ടപതി എങ്ങനെയാണ്, ക്ഷേത്രകലയാണ് അല്ലേ അഷ്ടപതി എന്ന് പറയുന്നത്. അപ്പോൾ അഷ്ടപതിയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, എങ്ങനെയാണ് ഇങ്ങനെ അഷ്ടപതിയോടൊരു ഇഷ്ടം തോന്നാൻ കാരണം എന്താ? അത് അഷ്ടപതിനെ ഇഷ്ടം, ഞാൻ 8ലേക്ക് മാറിയപ്പോൾ, സ്കൂളിൽ നിന്ന് മാറിയപ്പോൾ ടീച്ചർ പറഞ്ഞു തന്നതാണ് ഇങ്ങനെ സംഭവം ഉണ്ട്, അതിന് മത്സരിക്കണം എന്ന് പറഞ്ഞ് അപ്പം തുടങ്ങിയത്. പാട്ടിനോട് ഇഷ്ടമുണ്ട് അല്ലേ. അപ്പം ശാസ്ത്രീയ സംഗീതമാണോ പഠിക്കുന്നത്? ശാസ്ത്രീയ സംഗീതം പഠിക്കും. അത് കറക്റ്റ് അറിയില്ല, കുറച്ച് നാളായി. അല്ല ചെറുപ്പത്തിൽ കുറച്ച് അധികം ആയില്ല എന്നാ പറയുന്നത്. ആള് ചെറുപ്പം തൊട്ടേ പഠിക്കുന്നുണ്ടല്ലേ. ഇപ്പം എത്രാം ക്ലാസ്സിലാണ്? ഇപ്പം 9. ഇപ്പോൾ 9-ലാണ് അല്ലേ, 9-ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ നമുക്ക് അഷ്ടപതിയുടെ കുറച്ചൊന്ന് പാടിക്കൊടുത്താലോ പ്രേക്ഷകർക്ക്? വേദാനുധരതേ ജഗന്നിവഹതേ ഭൂഗോളം ഉദ്വിഭ്രതേ ദൈത്യം ധാരയതേ ഫലിം ചലയതേ ക്ഷത്രക്ഷയം കുർവതേ. അതായത് ക്ഷേത്രങ്ങളിൽ ഈ അഷ്ടപതി പാടുന്നത് ഓരോ ഭഗവാന്മാരുടെയും അവരെ പ്രകീർത്തിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. അപ്പം വിഷ്ണു ഭഗവാൻ ഒരു അഷ്ടോത്ത് അങ്ങനെയാണോ? അത് കറക്റ്റ് എനിക്കറിയില്ല അതെങ്ങനെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പുരുഷന്മാരുടെ ഒരു കുത്തകയാണോ അഷ്ടപതി? സ്ത്രീകൾ കുറവല്ലേ ഈ മേഖലയിൽ? അല്ല, ഉണ്ട്. മത്സരത്തിനൊക്കെ ആകുമ്പോൾ ഉണ്ട്, ഗേൾസ് മത്സരിക്കാനുണ്ടാവും ബോയ്സിനേക്കാളും. അമ്പലത്തിൽ പോയി പാടാൻ ഇഷ്ടമാണോ അഷ്ടപതി? പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല, പാടാൻ കിട്ടുകയാണെങ്കിൽ പാടും. അവസരം കിട്ടുകയാണെങ്കിൽ പാടും അല്ലേ. അവസരം കിട്ടട്ടെ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റേറ്റിൽ മത്സരിക്കണമല്ലോ. അപ്പോൾ ആരുടെ കീഴിലാണ് പരിശീലനം? ഗീത ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. സ്കൂളിലുള്ള ഗീത ടീച്ചർ, മ്യൂസിക് ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഉണ്ട്, നല്ലോണം ഉണ്ട്. അച്ഛൻ്റെ പേര് ശ്രീജേഷ്, അമ്മേൻ്റെ പേര് ഹസിത. ഹസിത. അതെ. ഋഗ്വേദ് എന്നുള്ള പേരിട്ടെ? ഋഗ്വേദ് അതാരാ എനിക്കറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അഷ്ടപതിയിൽ നമുക്ക് വയനാടിന് വേണ്ടിയിട്ട് എ ഗ്രേഡ് നേടാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ട് കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നടനോത്സവത്തിൻ്റെ കാഴ്ചകളിലേക്ക്.